കണ്ട ഈ റൂം മൊത്തം അലങ്കോലമായി കിടക്കുകയാണ്, നാശകൂശമായി കിടക്കുകയാണ്. അപ്പൊ ഈ റൂമിന്റെ മേക്ക് ഓവറാണ് ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം. സോ കം ബാക്ക് ടു അടക്കി പറക്കൽ ഡേ. പണിയായുധം. ആദ്യം തന്നെ ചെടികളൊക്കെ ഒന്ന് മാറ്റാം, എന്നാലേ നമുക്ക് ഈ കൊമ്പൊന്ന് മര്യാദ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ചെടികളുടെ അവസ്ഥ കണ്ട, എല്ലാം വാടിക്കരിഞ്ഞ് നശിഞ്ഞുപോയി ഗൈസ്, നശിഞ്ഞുപോയി. നമുക്ക് മണ്ണ് പുറത്തു കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല. അതായത് അപ്പാർട്ട്മെന്റ് അകത്ത് നമ്മൾ എല്ലാ പരിപാടിയും നടത്തണം. പുറത്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ തെറി പറയും. തെറി മാത്രമല്ല ഫൈനും കിട്ടും. അപ്പൊ നമുക്ക് മണ്ണൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധനം മേടിച്ചിട്ടുണ്ട്. ഇതൊരു പ്ലാസ്റ്റിക്കിന്റെ സാധനം. ഇതിൻ്റെ അകത്തിട്ട് നമുക്ക് മണ്ണ് സെറ്റ് ചെയ്യണം. തെബൂക്കാരുടെ വൻ സെറ്റപ്പ് ഉണ്ടാ. ഈ സാധനം മണ്ണ് പുറത്താവാണ്ടിരിക്കാൻ വേണ്ടി ഈ ബക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു കുട പോലെ ഇരിക്കും. അപ്പോൾ മണ്ണ് പുറത്തേക്ക് പോകില്ല. എന്തൊക്കെ ഐഡിയ നോക്കി പറഞ്ഞാൽ ഇത് കറക്റ്റ് അടിപൊളി സൂപ്പർ സാധനമല്ലേ, നൈസ് അല്ലേ, പൊളിച്ച്. ഇനി നമുക്ക് മണ്ണ് മിക്സ് ചെയ്യാം. ഇത് നമ്മൾ പൊന്നും വില കൊടുത്ത് മേടിച്ച മണ്ണാണ്. ഇതിന് 4.5 യൂറോയാണ് കൊടുത്തത്. ഇതിനാകെ 1.5 യൂറോ ഉള്ളൂ. അപ്പൊ നമുക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്യാതെ. അതിന് വേണ്ടി നമ്മൾ പാതി മിക്സ് ചെയ്യാം. മൊത്തത്തിൽ മിക്സ് ചെയ്യണ്ട. മൊത്തത്തിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുളമായി പോകും. അപ്പൊ നമുക്ക് മൊത്തം പൊട്ടിക്കാൻ വേണ്ട. പൊന്നും വില വാ 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 വാ. തെമുക്കാർ ഇങ്ങനത്തെ ഐഡിയ ഒക്കെ അടിപൊളിയാണ്. വേണ്ട, നൈസ് അല്ലേ. ഒരു തരി മണ്ണ് പുറത്തേക്ക് പോകണില്ല. ഇതൊക്കെ ഇങ്ങനെയുള്ള വീടുകളിൽ അത്യാവശ്യമാണ്. രണ്ടാമത്തെ മണ്ണ് അച്ഛന്മാരെ ഗ്ലൗസ് മാറ്റി, മറ്റേ തുണിയുടെ ഗ്ലൗസ് ആയിരുന്നു, അത് നശിഞ്ഞു പോകും. നമുക്കിനി ബാൽക്കണി സെറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ ആ ഗ്ലൗസ് ആവശ്യമുണ്ട്. ഇനി നമുക്ക് പൊളിക്കാം. ഇനി നമ്മൾ തകർക്കും. ഇനി മണ്ണിട്ട് പിടിച്ചുണ്ട്. ഓക്കെ ഗൈസ്, മണ്ണ് റെഡി. ഇനി നമുക്ക് ചെടി ഓരോന്നായിട്ട് സെറ്റ് ചെയ്യാം. ഈ ചെടികളെല്ലാം ഞാൻ ഇക്കിയെന്ന് മേടിച്ചാണ്. നമ്മുടെ ഫസ്റ്റ് ചെടിയാണത്. എങ്ങനെയുണ്ട്? കലാത്തിയ, ബ്ലാഡ് വർക്ക് കലാത്തിയ എന്നാണ് അതിന്റെ പേര്. ഈ ചെടിക്ക് 10 യൂറോ. ആദ്യം തന്നെ നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ചെടിച്ചട്ടിയാണ്. അല്ലാതെ നമുക്ക് ഈ ചെടി തന്നെ സെറ്റ് ചെയ്യാം. കാരണം ഇതിന്റെ അടിയിൽ സംഭവം ഉണ്ട്. അപ്പൊ ഈ സാധനം വേണ്ട നമുക്ക്. അപ്പോൾ നമുക്ക് അതിനെ ചെടിച്ചട്ടിയിൽ ചെടി മൊത്തത്തിൽ പാടെ പുറത്തേക്ക് എടുക്കാം. ഫക്ക് സീനാണല്ലോ, സീൻ കോൺട്ര. പോണില്ല ഗൈസ്, മച്ചന്മാർ പോണില്ല. ഇത് കട പറഞ്ഞു വന്നു കഴിഞ്ഞാൽ സീനാണ്. സെറ്റ് പോന്ന് മച്ചന്മാരെ സാധനം പോന്നിട്ടാ വേറെ കണ്ട ഗൈസ്. മച്ചന്മാരെന്ത് പണിയാന്നറിയോ? കണ്ട, ഇവിടെ ഈ മണ്ണ് നിലത്ത് കൂടെ കഴിഞ്ഞാൽ ക്ലീൻ ആക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല ഇത് കൊണ്ട് പുറത്ത് പോയി ചെയ്യാനും പറ്റില്ല. അതാണ് ഇവിടുത്തെ സീൻ. മണ്ണ് മതിയാവും. യെസ്, നൈസ് ഗൈസ്, നൈസ്. മച്ചന്മാരെ അതെ, ഫസ്റ്റ് ചെടി സെറ്റ് ആയിട്ടാ ഗൈസ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചെടി. ഇതെന്താണ്? ഫിലോഡെൻഡ്രോൺ. എങ്ങനെയുണ്ട്? കാണാൻ നല്ല ഭംഗിയില്ലേ? ഇതാണ് ഗൈസ് അടുത്ത ചെടി, പെപ്പരോമിയ. എങ്ങനെയുണ്ട്? നെക്സ്റ്റ് ബിറ്റേ അരുമയായി എടുക്കണം ഗൈസ്. ഇതാണ് നമ്മുടെ അടുത്ത ചെടി. ഇതും പെപ്പരോമിയ വിഭാഗത്തിൽപ്പെട്ട ചെടിയാണ്. ഇതൊക്കെ നമുക്ക് മണ്ണ് മാറേണ്ടതില്ല, കാരണം നമുക്ക് കഴിഞ്ഞ ദിവസം മേടിച്ചിട്ടുള്ളൂ ഗൈസ്. ഇതാണ് നമ്മുടെ അടുത്ത ചെടി. ഇതിന്റെ പേരാണ് രക്ഷയിലാണ് ഗൈസ്. വായക്കൊള്ളാണ് ഗൈസ്. നമുക്കത് ഞാൻ സൂന്തി കാണിച്ചില്ല. കണ്ട, ഇതാണ് പേര്. നിങ്ങൾ വായിച്ചെടുക്കാൻ പറ്റും, വായിച്ചെടുക്കും. ഒന്നും കൂടെ. ഇതിനാണ് രക്ഷയില്ല. ഞാൻ പറയുന്നു, ഇത് നമ്മുടെ ആദ്യത്തെ ചെടിയാണ് ഗൈസ്. അതുകൊണ്ട് നമ്മളൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കണം. ഇതിനൊരു പുതുജീവൻ കൊടുക്കാൻ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. അത് മാത്രമല്ല, ഇത് നമ്മൾ ആദ്യം മേടിച്ച ചട്ടിയുമാണ്. അപ്പൊ നമ്മൾ ഇത് രണ്ടും കൂടെ സംഗമിപ്പിക്കാൻ വേണ്ടിയാണ്. സംഗമം നടക്കുമോ നോക്കട്ടെ നമുക്ക്. ഇത് ശരിയാവില്ല എന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യാൻ വരുന്ന വീഡിയോയിൽ. ശരിയായി കഴിഞ്ഞാൽ വരുന്ന വീഡിയോയിൽ തരുന്നതാണ്, അല്ലെങ്കിൽ ഞാൻ മിണ്ടൂല. ഇനി പണികളൊക്കെ ഫുൾ ടൈം ലാപ്സിലാണ്. വെൽക്കം ടു ടൈം ലാപ്സ് വേൾഡ്. കം ഓൺ. യോ ഗൈസ്, ഫിനിഷ്ഡ്. നമ്മളങ്ങനെ എല്ലാ ചെടികളും മാറ്റിട്ടിരിക്കുന്നു. മണ്ണുകളെല്ലാം മാറ്റി. ഇനി ഒറ്റ ചെടിയും ബാക്കിയില്ല. ഇനി ഇതൊക്കെ ജീവിക്കുക എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. അപ്പൊ നമുക്ക് ഇനി അറേഞ്ച്മെന്റ് ആണ്. ഈ മണ്ണുകളൊക്കെ ഒതുക്കണം, ഈ പറഞ്ഞ ഇതൊക്കെ അടിച്ചു വാരണം. ഇനി അതൊക്കെയാണ് പരിപാടി. മണ്ണൊതുക്കിയിട്ട് കാണാം ഗൈസ്. ഗൈസ്, ഇത് കണ്ട സെറ്റായില്ലേ? അല്ലെങ്കിൽ ഇവിടെ നിറച്ചും മണ്ണാവും. ഇതിപ്പോ ഇവിടെ ഇവിടെ ആയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. കഴിഞ്ഞ പ്രാവശ്യം ബോംബ് ബ്ലാസ്റ്റിംഗ് ആയില്ല. കഴിഞ്ഞ പ്രാവശ്യം നിറച്ചു മണ്ണായിരുന്നു ഇവിടെ. ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത് ഭയങ്കര ഉപകാരമാണ്. 3 പഠിച്ചാണ് സാർ. മണ്ണ് മാറ്റി കഴിഞ്ഞപ്പോൾ നിലത്ത് വീണത്. അപ്പൊ നമുക്ക് മറ്റേ മതിലിൽ കൊണ്ട് ചാരി നിർത്തിയേക്കും. അതുകൊണ്ട് അവിടെ നടക്കാൻ പറ്റില്ല. ബാക്കിയുള്ള നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ? അടിപൊളി സാധനം. എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറെ നാളായി നമ്മൾ ഇത്തരം ചെടികൾ ഒരുമിച്ച് സെറ്റ് ചെയ്ത്. മറ്റേ നമ്മുടെ അടുത്ത പരിപാടി ഈ പിരിമാറണം. കാരണം സമ്മർ ആയി തുടങ്ങി. ഈ വെയിലെ നേരെ അടിക്കുന്നത് നമ്മുടെ ചെടിയിലോട്ടാണ്. അങ്ങനെയാണ് എന്റെ പാതിമുക്ക ചെടി ഇപ്പൊ കരിഞ്ഞു പോയത്. നമ്മുടെ നേരത്തെ ഉള്ള വിധി നമ്മളിപ്പോ രണ്ടാമത് വിരിക്കാൻ പോകണം. പിന്നെ ഈ റൂമും കാര്യങ്ങളൊക്കെ എല്ലാം ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി നമ്മുടെ ബാൽക്കണിയാണ്. ബാൽക്കണി മേക്കോർ കുറെ പേര് വീഡിയോ ചോദിക്കണം എന്തായ അവസ്ഥയാണ്. ബാൽക്കണി പഴയ പോലെ നടക്കുകയാണ്. ഇത് നമ്മ കൊണ്ടുവരും. കാരണം ഇന്നെല്ലാം കൂടെ ചെയ്യാൻ വേണ്ടി നടപടി ഉണ്ടാവില്ല. കണ്ട, ബാൽക്കണി ആകെ നശിച്ച് നടക്കുകയാണ്. ഇവിടെ നമ്മ ഇപ്പൊ വെയിൽ വന്നു തുടങ്ങി. കണ്ട, നല്ല വെയിലാണ്. ജർമ്മനി മൊത്തം വെയിൽ കണ്ടു തുടങ്ങി. സോ പിന്നെയും പണിയിലേക്ക് സ്വാഗതം. തിരി ആദ്യം കയറി മുകളിൽ കയറിയിട്ട് സെറ്റാക്കാൻ പറ്റും നോക്കട്ടെ മച്ചന്മാരെ. എന്നിട്ടാണ് ബാക്കിയുള്ള പരിപാടി. ഇങ്ങനെ കിടക്കും. ഇതിനകത്ത് കണ്ട, തുമ്പിനെ പക്കിനെ കണ്ട, ഇത് നമ്മ ഫിറ്റ് ചെയ്താണ്. ഇതിലേക്ക് ഇങ്ങനെ കോർത്ത് കൊടുക്കണം മച്ചന്മാരെ. ഇത് സെറ്റ് ആവുന്നോണ്ട് തോന്നണം. ഇത് കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ്. അപ്പൊ ഞാൻ സെറ്റ് ആയിട്ട് വരാം. അത്ര നേരം വെയിറ്റ് ആൻഡ് സീ. ബൈ. നമ്മൾ പറഞ്ഞ പോലെ ഇത് നേരെ ദങ്ങാട് പോവും. ഈ കൊമ്പ് നേരെ ദിങ്ങാട് വരും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കണം. നമ്മൾ ഇത് ഇവിടുന്ന് പൊക്കിയിട്ട് നേരെ തപ്പട കൊണ്ടേ വെക്കാം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. ഇവിടെ സെറ്റ് ചെയ്യാന്നാണ് വിചാരിക്കണം. നമ്മൾ ഇത് നേരെ പൊക്കിയിട്ട് ഇപ്പുറത്തുകൊണ്ട് വെക്കാം. ഈ ഊളൻ്റെ അടുത്ത് മാറട്ടെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ ഉണ്ടായിരുന്നത്.
നമ്മളൊരു ഭംഗിക്ക് വേണ്ടി ടിവിയുടെ അപ്പുറത്ത് സെറ്റ് ചെയ്യുന്നുള്ളൂ. ബുദ്ധന്മാർ, ചിരിക്കുന്ന ബുദ്ധന്മാർ. ബുദ്ധന്റെ മൊത്തം ചിരിക്കും. ബുദ്ധന്റെ ചുറ്റും ബുദ്ധന്റെ ചുറ്റും ചിരിക്കുന്ന ബുദ്ധന്മാർ. ഈ ചെടി നമുക്ക് ഇവിടെ വെക്കണോ? ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പാവും. ഒരു ചെടി നമുക്ക് ഇടാക്കാം. ഇനി ഈ ബുദ്ധനെ കൂട്ടായിട്ട് നമുക്ക് ഇവരൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു സൈക്കിൾ ഇത് ഇവിടെ വെക്കാം ഗൈസ്. മറ്റേ ഈ സാധനം ഉണ്ടല്ലോ, മറ്റേ ബുറാനോ എന്നുള്ള സ്ഥലത്ത് പോയിട്ട് ഇറ്റലിയിൽ അവിടെ നിന്ന് ഉണ്ടാക്കിയ ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയ കോഴിയാണ്. ഈ സാധനം നമുക്ക് ഇത് ഇവിടെ വെക്കാം. ഇത് ഇവിടെ വെക്കുമെന്ന് ഞാൻ ആലോചിക്കണം. ഒരു കുഞ്ഞു സാധനമാണ്. മിഷൻ അക്കംപ്ലിഷ്ഡ്. മറ്റേ വേറൊരു പണിയുണ്ട് നമുക്ക് ഇവിടെ. കാരണം എന്താ അറിയോ, ഈ തുള മൊത്തം ഞാൻ ഈ ടി വി വെക്കാൻ വേണ്ടി മറ്റേ പുതിയ സ്റ്റാൻഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പിട്ട തുളയെ കാണണം മൊത്തം. അത് മാത്രമല്ല, ഇത്രയും വലിയ സോഫ എന്നെ കൊണ്ട് ഒറ്റക്ക് നടപടി ആവില്ല. അപ്പോൾ നമുക്ക് ടീമിന് വേണം. അവന്മാർ വരുമ്പോൾ ലേറ്റ് ആവും. അപ്പോൾ നമ്മ ആ പ്ലാൻ ഉപേക്ഷിച്ചു ഗൈസ്. ആ പ്ലാൻ ഉപേക്ഷിച്ച് അപ്പോൾ ടി വി ഇവിടെ തന്നെ, സോഫ ഇവിടെ തന്നെ. പക്ഷേ ഈ സാധനം നമ്മൾ സെറ്റാക്കി കണ്ടാ പൊളിയല്ലേ? തകർത്ത് ഞാൻ. നിഖിൽ തമ്പി പിന്നെ വേറെ ലെവലാണ്. നമ്മൾ TK Maxx കുറച്ച് ചെടിച്ചട്ടി കൂടെ മേടിച്ചു. കഴിഞ്ഞ ദിവസം വെച്ച് കഴിഞ്ഞപ്പോ 2-3 ചെടികൾക്ക് ചെടിച്ചെടി അപ്പൊ അതും കൂടെ നമ്മൾ ഫില്ല് ചെയ്യാൻ വിചാരിച്ചു. ഇത് എങ്ങനെയുണ്ട്? ഇത് Woolworth എന്നുള്ള ഷോപ്പിൽ നിന്ന് മേടിച്ചാണ്ട് വിടാം. ലവ് പൊളിയല്ലേ? ഇത് നമ്മുടെ 2 ചട്ടി. ഇത് നമ്മുടെ 2 ചട്ടി കൂടി ഉണ്ട്. ഇനി ഒരു ചട്ടി കൂടി ഉണ്ടാ. അത് ഞാൻ കാണിച്ചുതരാം. എങ്ങനെയുണ്ട് ചട്ടികൾ? സൂപ്പർ അല്ലേ? ഇത് TK Maxx, ഇത് TK Maxx, മൊത്തം TK Maxx. അച്ഛന്മാരെ ഇതാണ് ഇപ്പൊ ഫൈനൽ ലുക്ക് ഒന്നാക്കണം. നമുക്ക് ആകെ ഒരു പ്രശ്നമുള്ളത് ഈ 2 ചട്ടി കണ്ട അത് ഭയങ്കര വലുതായി പോയി. നമുക്ക് ഈ ചട്ടിയിലുള്ള ചെടി ഈ ഉള്ളിലിരിക്കുന്ന ചട്ടിയിലുള്ള ചെടി അതിൻ്റെ ആ മറ്റേ വലിയ ചട്ടിയിലേക്ക് മണ്ണിട്ടൊക്കെ മാറ്റണം. അതാണ് നമ്മുടെ അടുത്ത ടാസ്ക്. ബാക്കി നോക്കിക്കഴിഞ്ഞാൽ സെറ്റായിട്ടുണ്ട്. ചെത്തായി കുമാരേട്ടൻ.